കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാല പഠന വകുപ്പുകളിലേക്കുള്ള PG MTech 2025-26 പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, PG അഡ്മിഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡേറ്റുകൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിടുന്ന വീഡിയോസൊക്കെ യൂസ്ഫുള്ളായി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ കേരള സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിലേക്കുള്ള PG MTech കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് 50% മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി 6th സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയായിരിക്കും ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാര്യവട്ടം ക്യാമ്പസിലേക്കുള്ളൊക്കെ അഡ്മിഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 30 വരെയാണ്. ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 19 മുതൽ 25 വരെയുള്ള തീയതികളിലായിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിസിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് വരുന്നത് 20/6/2025 ജൂൺ 20 ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 3 മുതലായിരിക്കും അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ 15 മുതലായിരിക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിനും കൃത്യമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറും അതുപോലെ തന്നെ റിസർവേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സീറ്റിൻ്റെ 50% ഓപ്പൺ മെറിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ SC/BC കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 20%, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിദ്യാർത്ഥികൾക്ക് 15%, ഷെഡ്യൂൾഡ് ട്രൈബ് വിദ്യാർത്ഥികൾക്ക് 5%, അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് 10% ആയിരിക്കും സീറ്റ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പം അതിനടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 2000 രൂപയായിരിക്കും ഫീസായിട്ട് വരുന്നത്. SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയായിരിക്കും ഫീസായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ അഡീഷണൽ സബ്ജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 105 രൂപ വെച്ചും അഡീഷണൽ സബ്ജക്റ്റ് ഫീ ആയിട്ട് വരും. SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 55 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചാർജായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു PG എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ആയിട്ടും കിട്ടും. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ കൊടുക്കണം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ 2000 രൂപ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളും SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 1000 രൂപയും ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് പറഞ്ഞല്ലോ, അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഹാൾ ടിക്കറ്റ് വരും. എന്നിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇനി ഡൗട്ട് വരും, ഇത് കോളേജുകളിലേക്കുള്ളതാണോ എന്നുള്ളത്. നിലവിലുള്ള നമ്മളുടെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിലേക്കല്ല, ഇത് യൂണിവേഴ്സിറ്റിയുടെ പഠന വകുപ്പുകളിലേക്കാണ്. ഇത് നല്ലൊരു അവസരമാണ്. കാരണം PG വളരെ കുറച്ച് മാത്രം സീറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് മാക്സിമം എല്ലാ വിദ്യാർത്ഥികളും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നോക്കുക. ചിലപ്പോൾ നിങ്ങൾ
ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വിദ്യാർത്ഥികളും എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതുവഴിയും അഡ്മിഷൻ കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ PGക്ക് പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്